കുറച്ച് മുന്നേ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു. പ്രോമോ വേറെ ഒന്നുമല്ല, നമ്മുടെ ഗബ്രീനും അതുപോലെ തന്നെ ജിൻഡോനും ലാലേട്ടൻ സ്പോട്ട് എവിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ. എനിക്കും തോന്നുന്നു അതൊരു പ്രാങ്ക് ആവാൻ എന്തായാലും ചാൻസ് ഇല്ല. പിന്നെ ഒരു സീക്രട്ട് റൂം ടാസ്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും പ്രാങ്ക് ആക്കുന്നത് വളരെ മോശം, കാരണം അതൊരു സീരിയസ് ആയ ഒരു ടോപ്പിക്കാണ്. കാരണം അത്രയും മോശമായ രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ലൈവിലാണെങ്കിലും എപ്പിസോഡിൽ ആകെ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. ലൈവിനകത്ത് കുറേ നേരം ഫുൾ ബീപ്പ് തന്നെയായിരുന്നു. നമുക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായില്ല. ഫുൾ ബീപ്പ് സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്രയും ടൈം അവർ അത്രയും മോശമായ കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു തമാശ രീതിയിൽ പ്രാങ്ക് ആക്കാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ സീക്രട്ട് റൂം ടാസ്ക് ആണെന്ന് തോന്നുന്നുണ്ട്. പുറത്താക്കിയോ എന്ന് പറയാൻ നമുക്ക് ആധികാരികമായി പറയാൻ പറ്റത്തില്ല, കാരണം അതിനെക്കുറിച്ച് ന്യൂസ് ഒന്നും കേട്ടിട്ടില്ല. ഇനി ചിലപ്പോ ഇനി പുറത്ത് വിടാത്തയാണോ എന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് എപ്പിസോഡിൽ കാണാം കറക്റ്റ് എന്താണ് സംഭവം എന്നുള്ളത്. കാരണം അതൊരു സീരിയസ് ആയ ഒരു ടോപ്പിക് തന്നെയാണ്. നമുക്കത് തമാശ രീതിയിൽ കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ പ്രേക്ഷകർ എന്ന് പറഞ്ഞ കുട്ടികളും അമ്മമാരും എല്ലാ പ്രായത്തിലുള്ള എല്ലാവരും ഇരുന്ന് കാണുന്ന ഒരു റിയാലിറ്റി ഷോ തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇതിൽ ഇത്രയും മോശമായ രീതി സംസാരിക്കുന്നത് വളരെ മോശം തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ സീസണിലൊക്കെ എല്ലാവരും ഈ തെറികളൊക്കെ പറയുന്നത് തന്നെയാണ്. അപ്പൊ അത് പക്ഷെ നമ്മുടെ ലൈവിനകത്ത് തെറി പറയുന്ന വാക്കുകളാണെങ്കിലും കേൾക്കാറുണ്ട്. നമ്മുടെ എപ്പിസോഡിൽ മാത്രമാണ് ബീപ്പ് സൗണ്ട് കേൾക്കാറുള്ളത്. പക്ഷെ ഇതിനകത്ത് ലൈവിനകത്തും ബീപ്പ്, അപ്പൊ അതിനും മോശമായ രീതിയിലായിരിക്കണം അവിടെ സംസാരിച്ചിട്ടുണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അത് ഇത്രയും വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കുന്നതും. പിന്നെ ലാലേട്ടൻ ആദ്യമായിട്ടാണ് ഇത്രയും ദേഷ്യപ്പെട്ടും അതുപോലെ തന്നെ ഒരു സ്പോട്ട് എവിഷൻ എന്ന രീതിയിൽ ഒക്കെ വരുന്നത്. നമ്മുടെ ബിഗ് ബോസിന്റെ തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ബിഗ് ബോസിന്റെ മലയാളത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിനകത്ത് ആദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സ്പോട്ട് എവിഷൻ എന്നൊരു സംഭവം തന്നെ വരുന്നത്. പിന്നെ ഈ ഒരു സീസൺ കുറച്ച് മാറ്റിപ്പിടിക്കൽ ആയതുകൊണ്ട് തന്നെ ഇനി ശരിക്കും മാറ്റിപ്പിടിച്ച് അവരെ എവിക്റ്റ് ചെയ്തത് ഇജക്ട് ചെയ്തു എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒരു കറക്റ്റ് ന്യൂസ് കിട്ടുവാണെങ്കിൽ അപ്ഡേഷൻ തരാം. അല്ലെങ്കിൽ നമുക്ക് എപ്പിസോഡിൽ എന്തായാലും കാണാം എന്താണ് ശരിക്കുള്ള റീസൺ. ഇപ്പൊ എനിക്ക് തോന്നുന്നു സീക്രട്ട് റൂം ടാസ്ക് ആണെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ എന്തായാലും നമ്മുടെ 6 പേര് കയറുന്നുണ്ട്, നമ്മുടെ വയൽക്കാട് കയറുന്നുണ്ട് 6 പേര്. അപ്പൊ അവരുടെ ഒരു ഗെയിം മാറണമെങ്കിൽ ഇവർ രണ്ടുപേരും അവിടെ തന്നെ വേണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അറിയത്തില്ല ഇനിയിപ്പോ എന്താണ് നമ്മുടെ ബിഗ് ബോസ് എന്താണ് നമുക്ക് വേണ്ടി, എന്തായാലും ഒരു സർപ്രൈസ് എന്തായാലും ഉണ്ട്. കാര്യം എന്ത് സംഭവം എന്ന് അറിയത്തില്ല. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി കൂടുതൽ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.